വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഇത്തരുണത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് തിരുവെഴുത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം, ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ 8-ാം അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി ഒന്ന് വായിച്ച് സഹായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 25 വരെ വായിച്ചാട്ടെ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്നു. നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. പിന്നെ അവനോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു, ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ ദൈവമക്കളും ഒന്നിച്ച് അല്പമിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ നാവിൽ നിന്നും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ഞാൻ വിശ്വസിക്കുന്നു ഈ മീറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് മാത്രമല്ല, ഇതിൻ്റെ പുറത്തും ദൈവശക്തി വ്യാപരിക്കണം. അത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കളുടെ ഉള്ളിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. യേശുവിൻ്റെ കരം ഈ രാത്രി ചില വ്യക്തികളെ തൊടുന്ന രാത്രിയായി രാത്രി തീരണം. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥനയിൽ ജാഗരിച്ച് തുടങ്ങിക്കാട്ടെ. ഇരുട്ടിൻ്റെ ശക്തികൾ ബന്ധിച്ചൊതുക്കി നിത്യനരകത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന ചില ആത്മാക്കളെ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി ഇറങ്ങി വന്ന് അത്ഭുതകരമായ വിടുതലിലേക്ക് നടത്തുന്ന രാത്രിയാകുവാൻ ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥനയിൽ പോരാടട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവൻ്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രൻ്റെ കരത്താൽ ഇന്ന് രാത്രി അടയാളത്തോടു കൂടിയ ഒരു ദൈവപ്രവൃത്തി ഈ പന്തലിൻ്റെ കീഴിൽ നടക്കേണ്ടതിന് ഈ യോഗത്തെ പ്രാർത്ഥിച്ച് ഞങ്ങൾ നിങ്ങൾ കൈമാറുകയാണ്. കർത്താവ് ഇത് ചെയ്യുവാൻ തുടങ്ങുന്നതുകൊണ്ട് സ്തോത്രം. ദൈവപ്രവൃത്തി സംഭവിപ്പാൻ തുടങ്ങുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടി ആ പുസ്തകം ഒന്ന് ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വമർപ്പിക്കാം. ആ പുസ്തകം കരങ്ങളിൽ അങ്ങനെ ഉയർത്തിപ്പിടിച്ചാട്ടെ. പുസ്തകം കരങ്ങളങ്ങനെ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇതുമായി ഇന്ന് രാത്രി യോഗത്തിന് വരാൻ ദൈവം നമുക്ക് പദവി നൽകിയത് നമ്മുടെ ഭാഗ്യമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ മൗനമായിരിക്കരുത്. ശക്തിയോടെ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്ന രാത്രിയാകണം. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് പുറകിൽ അമേരിക്കയിൽ കെന്നഡി എയർപോർട്ടിലേക്ക് ആശാരിയുപദേശി ഇറങ്ങിച്ചെല്ലുകയാണ്. ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ബ്രീഫ് കേസ് തുറന്ന് വേദപുസ്തകമെടുത്ത് അയ്യപ്പ ഭക്തന്മാർ ഇരുമുടിക്കെട്ട് വയ്ക്കുന്നത് പോലെ തലയിലോട്ടങ്ങ് വെച്ചിങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന സമയം സ്വീകരിക്കാൻ വന്ന ആളുകൾ പറഞ്ഞു, സാറേ, ഇങ്ങനെയുള്ള കോമാളിത്തരമൊന്നും ഇവിടെ കാണിക്കരുത്. ഇത് അതീവ സുരക്ഷാ മേഖലയാണ്. നമ്മൾ ക്യാമറ കണ്ണുകൾക്ക് നടുവിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. എടാ സ്തോത്രം, എന്നെപ്പോലെ ആശാരിപ്പണിക്ക് ഇറങ്ങിയ 100 കണക്കിന് ആശാരിമാർ നാട്ടിൽ പട്ടിക്കൂടിന് പട്ടിയെ അടിച്ച് കഴിയുമ്പോൾ എഴുത്തും വായനയും അറിയാൻ വയ്യാത്ത ഈ ആശാരിയെ അമേരിക്കയിലെ കെന്നഡി എയർപോർട്ടിൽ എത്തിച്ചത് എൻ്റെ വിദ്യാഭ്യാസമല്ല, ഈ ജീവൻ്റെ വചനമാണ്. അത് തലേ തന്നെ ഇരിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് ദൈവം തന്ന ഈ വചനത്തിൻ്റെ അതുല്യത ഓർത്താൽ, ഈ വചനത്തിൻ്റെ ദിവ്യത്വം ഓർത്താൽ, ഇതിൻ്റെ അപ്രമാദിത്വം ഓർത്താൽ, അതിൻ്റെ വൈശിഷ്ട്യം ഓർത്താൽ, അതിൻ്റെ സത്യസന്ധത ഓർത്താൽ, അതിൻ്റെ തെറ്റിക്കൂടായ്മ ഓർത്താൽ, ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഈ വചനത്തെ ഓർത്ത് ദൈവമക്കൾ ദൈവത്തിന് മഹത്വമർപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. 110 റാത്തൽ തങ്കം കൊണ്ട് അടിപ്പ് പണിയായി ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് രാവും പകലും കത്തുവാൻ യെരൂശലേം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന നിലവിളക്ക് പോലെയാണ്. ഒന്നുകൂടെ വേദപുസ്തകം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. നിലവിളക്ക് പോലെയാണ് ഈ 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ തിരുവെഴുത്ത്. ദൈവത്തിന് സ്തോത്രം. നിലത്ത് വയ്ക്കുന്നതിനാൽ നിലവിളക്കെന്ന്,
തങ്കം കൊണ്ട് നിർമ്മിച്ചതിനാൽ തങ്കവിളക്കെന്ന്, കവരങ്ങൾ ഉള്ളതിനാൽ കവരവിളക്ക് എന്ന് അറിയപ്പെടുന്ന ഈ നിലവിളക്കിന് 7 ശാഖകളുണ്ട്. നടുവിലൂടെ ഒരു വിളക്ക് തണ്ട് കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ഇടത്തോട്ട് 3 ശാഖകളുണ്ട്, വലത്തോട്ട് 3 ശാഖകളുണ്ട്. ഇതിൽ ഇടത്തോട്ടുള്ള 3 ശാഖകൾ പഴയ നിയമത്തിനും ഇതിൽ വലത്തോട്ടുള്ള 3 ശാഖകൾ പുതിയ നിയമത്തിനും നിഴലായി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിൽ ഇടത്തോട്ടുള്ള 3 ശാഖകൾ പഴയ നിയമത്തിലെ ചരിത്രം, ഉപദേശം, പ്രവചനം, ഈ 3 ഘടകങ്ങൾക്ക് നിഴലായി നിലകൊള്ളുമ്പോൾ ഇതിൻ്റെ വലത്തോട്ടുള്ള 3 ശാഖകൾ പുതിയ നിയമത്തിലെ ചരിത്രം, ഉപദേശം, പ്രവചനം, ഇതിന് 3നും നിഴലായി നിലകൊള്ളുകയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ ചരിത്രവും പ്രവചനവും ഉപദേശവും പുതിയ നിയമത്തിലെ ചരിത്രവും പ്രവചനവും ഉപദേശവും നമുക്കറിയാം. പുതിയ നിയമത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പ്രവർത്തികളുടെ പുസ്തകം, ഈ 5 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ ഉപദേശ ഗ്രന്ഥങ്ങളാണ്. ഒടുവിലത്തെ പുസ്തകമായ ഏക പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം പ്രവചന പുസ്തകമാണ്. അവൾ പുതിയ നിയമത്തിലെ ഉപദേശവും ചരിത്രവും പ്രവചനവും പഴയ നിയമത്തിലെ ഉപദേശവും ചരിത്രവും പ്രവചനവും സാക്ഷാൽ ദൈവവചനമാകാൻ കാരണം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് അരുളി ചെയ്ത നമ്മുടെ രക്ഷകൻ ഇതിന് നടുവിൽ കത്തിജ്വലിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വചനം വചനമായിരിക്കുന്നു. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. ബുദ്ധ മതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം, വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഗീതകൾ, സ്മൃതികൾ, ഇങ്ങനെ ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങൾ. എന്നാൽ ഇതര മതഗ്രന്ഥങ്ങളിൽ നിന്നും വിശുദ്ധ ബൈബിളിൻ്റെ വ്യത്യാസം എന്തെന്നറിയാമോ? ഇതര മതഗ്രന്ഥങ്ങളിൽ ആശയങ്ങൾ ഉയർന്നു നിൽക്കുകയാണ്. ശ്രീ ബുദ്ധൻ മരിച്ചു മൺമറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആശയം ഉണ്ടെങ്കിൽ ആ മാർഗത്തിന് നിലനിൽപ്പുണ്ട്. ജൈനൻ മരിച്ചു മൺമറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആശയമുണ്ടെങ്കിൽ ആ മാർഗത്തിന് നിലനിൽപ്പുണ്ട്. ഗുരുനാനാക്ക് മരിച്ചു മാറിയാലും അദ്ദേഹത്തിൻ്റെ ആശയമുണ്ടെങ്കിൽ സിഖ് മതത്തിന് നിലനിൽപ്പുണ്ട്. മുഹമ്മദ് നബി മക്കയിൽ അന്തിയുറങ്ങുന്നു, അദ്ദേഹം മരിച്ചു മൺമറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആശയമുണ്ടെങ്കിൽ ആ മാർഗത്തിന് നിലനിൽപ്പുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവിൻ്റെ മാർഗം അടിത്തറയിട്ടിരിക്കുന്നത് യേശുവിൻ്റെ ഒരു പിടി ആശയത്തിലല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് രാത്രി തേജസ്സോടെ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്ന എൻ്റെ നാഥൻ എന്ന ആളത്വത്തിലാണെങ്കിൽ അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം. ഇന്ന് രാത്രി എൻ്റെ യേശു ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി ലജ്ജ കൂടാതെ അഭിമാനത്തോടെ, ഒരു പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് ശബ്ദമുയർത്തി പറയാമോ? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ശബ്ദം ഇന്ന് രാത്രി ഈ പന്തലിൻ്റെ കീഴിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിലൊന്ന് മുഴങ്ങട്ടെ. ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകൾ ആ ശബ്ദമൊന്ന് കേൾക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഈ മണ്ണിൽ ഈ ശബ്ദമൊന്ന് അലയുയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിൻ്റെ തേജസ്, ദമസ്കോസിൻ്റെ പടിവാതിക്കൽ ഇറങ്ങി വന്നവൻ്റെ കരം ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് ഇത്രയും ദൈവമക്കൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തേജസ്സോടെ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ദൗത്യത്തിനെതിരെ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ വാദിക്കുന്ന പൈശാചിക ശക്തികൾ എത്ര പ്രബലമാണെങ്കിലും ഈ രാത്രി അവൻ തൊട്ടാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല, അവൻ തൊട്ടാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളിൽ നിന്നും ഒരു മന്ത്രോച്ചാരണത്തിന്റെ ശബ്ദം പോലെ ഉയരേണ്ട ശബ്ദമാണ് യേശു എന്ന ശബ്ദം. ഗ്ലോറി, ഹല്ലേലൂയ. അക്കാലാതീതതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ ലോകത്തിലേക്ക് കാലൂന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ കറതീർന്ന പവിത്ര ജീവിതം നയിച്ച് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് പറഞ്ഞുകൊണ്ട്
യോഹന്നാന്റെ കൈക്കീഴിൽ നിമജ്ജന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച്, അത്ഭുതങ്ങൾ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച് 33.5 തിരുവയസ്സെങ്കിൽ നമ്മുടെ പാപശാപ കാലുഷ്യങ്ങളുടെ പരിഹാരത്തിനായി കാൽവറിയിൽ സ്വന്തം തോളിന്മേൽ തലചായ്ച്ച് പ്രാണനെ അർപ്പിച്ച് കല്ലുകൊണ്ടുണ്ടാക്കിയ കല്ലറയ്ക്കുള്ളിൽ കാളവണ്ടി ചക്രത്തിന്റെ വലിപ്പത്തിലുള്ള കല്ലുരുട്ടി വെച്ച് റോമൻ ശക്തികളെ കുഴിമാടത്തിന് കാവൽ നിന്നിട്ടും 3-ാം നാൾ കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഇനിയും മരിക്കാൻ കഴിയാത്ത മഹത്വ ശരീരത്തിൽ മരണത്തിന്മേൽ ജയമെടുത്തുയർത്ത് ആണിപ്പാടേറ്റ പൊന്നു കരങ്ങൾ ഉയർത്തി വത്സര ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണുക സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൃക്കരങ്ങളാം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി പിതാവിന്റെ വലത്തു ഭാഗത്ത് മധ്യസ്ഥതയണച്ച് ഇനി അധികം താമസിക്കാതെ ആകാശമേഘങ്ങളിൽ തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ മടങ്ങി വരാൻ തുടങ്ങുന്ന നസറേനായ യേശു അവൻ 6 അടി മണ്ണിൽ നീറി ഒടുങ്ങിയവനല്ല, അവൻ കല്ലറയെ ഭേദിച്ചുയർത്തവനാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യം പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് രാത്രി ഉയർത്തുകയാണ്. ഒരു നാമമല്ലിത്, ഇത് സകല നാമത്തിനും മേലായ നാമമാണ് നസറേനായ യേശുവിന്റെ നാമം. ശബ്ദം ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയുമോ? ആരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കേണ്ട. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ നാവിൽ ആരാധനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരണം. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയാം, മറ്റൊന്നും നടന്നില്ലെങ്കിലും യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി ഇവിടെ ഉയർന്നാൽ ഈ രാത്രിയിൽ അഴിയാത്ത ശക്തികൾ ഇവിടെ ഇല്ല. കർത്താവിൻ്റെ കരം ഈ രാത്രി ഇതിനകത്ത് ചലിക്കും. ചില രോഗബന്ധനങ്ങൾ ഇവിടെ ഇന്ന് രാത്രി അഴിഞ്ഞു മാറും. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ കാണുന്നു ദൈവത്തിൻ്റെ തേജസ് ഈ ഗ്രൗണ്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ തൊടുന്ന രാത്രിയാണ്. നമ്മുടെ നാവിൽ നിന്ന് രാത്രി ആ നാമത്തിന്റെ ശബ്ദം പ്രതിധ്വനിക്കട്ടെ. യേശു അവൻ സകലത്തിനും മീതെ ഉള്ളവൻ. അതെ, മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷവേഷത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് സോക്രട്ടീസ് അല്ല, അത് പ്ലേറ്റോ അല്ല, അത് അരിസ്റ്റോട്ടിൽ അല്ല, അത് മുഹമ്മദ് നബി അല്ല, അത് ലോകത്തിലെ ബുദ്ധിരാക്ഷസന്മാരും യുഗപ്രഭാവന്മാരും സമുദായ പരിഷ്കർത്താക്കളും ആരുമല്ല. ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. ഈ ബോധ്യം അകത്ത് പ്രാപിച്ച ദൈവമക്കൾക്ക് അവൻ്റെ നാമത്തിൻ്റെ മുൻപിൽ മൗനമായിരിക്കാൻ കഴിയുകയില്ല. ഞാൻ പറയാം, ഈ ഭൂമിയിൽ ഉടലെടുത്തിട്ടുള്ള സകല ശരണമന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ നാമം അതിന്ന് രാത്രി യേശു എന്ന നാമമാണ്. മറ്റ് നാമങ്ങളെല്ലാം മണ്ണിലാരംഭിച്ച നാമമാണ്. എന്നാൽ ഈ രാത്രി നമ്മൾ വിളിച്ചു പറയുന്ന യേശു എന്ന നാമം മണ്ണിൽ തുടങ്ങിയ നാമമല്ല, അത് വിണ്ണിൽ തുടങ്ങിയ നാമമാണ്. ദൈവത്തിന് സ്തോത്രം. ചരിത്ര പ്രസിദ്ധമായ ഗലീല കടൽ, ഗലീല കടലിന്റെ ചുറ്റോളങ്ങളിൽ നമ്മുടെ കർത്താവ് തന്നെ ശിഷ്യന്മാർ ഒരുമിച്ച് അക്കരയ്ക്ക് യാത്രയാകുകയാണ്. അതിശക്തമായ കൊടുങ്കാറ്റ് അക്ര, മോറിയ, ബെദേസ, സിയോൻ, ഗിൽബോവ, സെയീർ ഈ മലമടക്കുകളെ കേന്ദ്രീകരിച്ച് താഴെ കൂളിയിട്ടിറങ്ങുകയാണ്. ഏതാണ്ട് 13 കിലോമീറ്റർ നീളവും 8 കിലോമീറ്റർ വീതിയുമുള്ള ഗലീല കടൽ ഇരമ്പി മറിയുന്നു. ഗലീല കടലിന്റെ കൈക്കുമ്പിളിൽ ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന പടക് ആടി ഉലയുകയാണ്. അവർ അത്ഭുത സ്തബ്ധരായി, അവർ അസ്വസ്ഥരായി, അവർ മരണത്തെ മുഖാമുഖം കണ്ടു. അവർ തണ്ടു വലിച്ചു കുഴഞ്ഞു. അവർ വിളിച്ചു പറയാണ്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അവൻ എഴുന്നേറ്റ് ഒറ്റ വാക്കിൽ പ്രകൃതിയെ നിലയ്ക്ക് നിർത്തി. സ്തോത്രം. എന്തിന്? ഇരമ്പി മറിഞ്ഞ കടൽ സെക്കൻഡ് കൊണ്ട് ശാന്തമായി. സ്തോത്രം. കൂടെ യാത്ര ചെയ്ത ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവൻ ആർ? ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്നത്, ഈ ഗലീലക്കടലിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളോടൊപ്പമുള്ളത് ആരാണ്? ഞാൻ ഈ രാത്രി പറയാം, അനുഭവം പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ ഇതിനകത്തുണ്ട്. യേശുവിനെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവവൈതലേ,
നിന്റെ കുടുംബത്തിനെതിരെ ഉയരുന്ന സാമ്പത്തിക തകർച്ചയുടെ കൊടുങ്കാറ്റ്, നിന്റെ കുടുംബത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന മാരക രോഗങ്ങളുടെ കൊടുങ്കാറ്റ്, അത് എത്ര പ്രബലമാണെങ്കിലും ഇന്ന് രാത്രി യേശു എഴുന്നേറ്റാൽ അത് ശാന്തമാകും. അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, നിന്റെ നിഷ്കളങ്കമായ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ യേശുവിൻ്റെ കരം ചലിച്ചാൽ ഏത് ഇരമ്പുന്ന കടലും ശാന്തമാകും. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി കർത്താവിനെ ആരാധിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഒരു വസ്തുത ഓർക്കുക, ഗലീല കടൽ എത്ര പ്രബലമാണെങ്കിലും, അതിൻ്റെ ശക്തി എത്ര ശക്തമാണെങ്കിലും, അതിൻ്റെ ഓളങ്ങൾ എത്ര പ്രബലമാണെങ്കിലും, എൻ്റെ രക്ഷകൻ ഈ പടകിൽ ഉള്ളിടത്തോളം കാലം തൻ്റെ ജനത്തെ മരണത്തിന് കൈവിടാൻ ഇവറ്റയ്ക്ക് സാധ്യമല്ല. ഈ രാത്രി ആത്മതലം തിരിച്ചറിയുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ ദൂത് പറയുന്നു, നീ അനുഭവിച്ചറിയുന്ന ജീവിതത്തിൻ്റെ കടുങ്കട്ടുകൾ എത്ര ഭയങ്കരമാണെങ്കിലും ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിച്ചാൽ, ഒരിക്കൽ കൂടെ ഞാൻ പദങ്ങളൊന്ന് ആവർത്തിക്കട്ടെ, നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തിനെതിരെ ഇരമ്പി ഉയരുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് നിലവിളിച്ചാൽ ഈ രാത്രിയിൽ മൗനമായിരിക്കുന്ന, രണ്ടു തുട്ടിട്ടാൽ ചുണ്ടിൽ ചെരിവരും തെണ്ടി ദൈവമല്ല ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ് നിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി വരാൻ, നിന്റെ പ്രക്ഷുബ്ധമായ പരിശോധനകളെ നിലയ്ക്ക് നിർത്താൻ യേശുവിൻ്റെ കരം ബലത്തോടെ ചലിക്കുകയാണ്. അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ലജ്ജ കൂടാതെ ശബ്ദമുയർത്തി അഭിമാനത്തിൻ്റെ മുഖം മൂടി പറിച്ചു മാറ്റിയിട്ട് ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, യേശുവേ എന്ന്. ലജ്ജ വേണ്ട കേട്ടോ, ലജ്ജ വേണ്ട. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കാതെ, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ നോക്കാതെ, ആരാധനയുടെ അനുഭവം പ്രാപിച്ച ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യേശു. ശബ്ദമുയരട്ടെ, 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 ശബ്ദമുയരട്ടെ. യേശു, അവൻ്റെ കരം ഈ രാത്രി ചലിക്കാൻ തുടങ്ങുകയാണ്. അവൻ്റെ കരം ഇന്ന് രാത്രി ചലിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു, സ്വർഗ്ഗം ഈ ഗ്രൗണ്ടിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ഈ രാത്രി ഓർക്കുക, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇയ്യോബിന്റെ പരിശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നീ ഇന്ന് രാത്രി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തെ ഭരിക്കുന്ന വിഷയങ്ങളുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു. ഇത് തിന്മയ്ക്കല്ല, ഇത് തിന്മയ്ക്കല്ല, ഇത് നന്മയ്ക്ക് തന്നെയാണ്. ആ ശബ്ദം ഇന്ന് രാത്രി ഉയർന്നാൽ അത് മരണബന്ധനങ്ങളെ അഴിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണിന് ഒരു ലോക്കുണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ ബാങ്കിങ് സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന ഉപകരണങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ലോക്ക് ശക്തമായിരിക്കും. ഞാൻ പറയട്ടെ, ആരൊക്കെ വന്നാലും ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഉടമസ്ഥൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ, മുഖഭാവമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ആ ലോക്ക് എടുക്കാതെ ഇത് അഴിയത്തില്ലെങ്കിൽ, മരിച്ച് 4 നാളായി നാറ്റം വെച്ച് പറുദീസയിലേക്ക് മടങ്ങിപ്പോയി മൺശരീരത്തെ ദ്രവത്വത്തിനേൽപ്പിച്ച ലാസറിന്റെ കല്ലറയുടെ വാതുക്കൽ വന്നു നിന്ന്, ലാസറേ പുറത്തു വരിക എന്ന് കൽപ്പിച്ച കൽപ്പനയ്ക്ക് മുൻപിൽ നാറ്റം വെച്ചവൻ കാലൂന്ന് എഴുന്നേറ്റത് സത്യമാണെങ്കിൽ, ഇന്ന് രാത്രി മരണത്തിന്റെ കെട്ടുകളെ പോലും അഴിച്ചു മാറ്റാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ ആരാധിക്കുന്ന യേശു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ. പോരാ, പോരാ, പോരാ. ഗ്ലോറി, ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ലജ്ജ കൂടാതെ ശബ്ദം ഉയർത്തി പറയണം, യേശു. ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, കഴിഞ്ഞ ചില വർഷങ്ങളായി തോളോട് തോൾ ചേർന്ന് തോൾ ഉരുമ്മി നീങ്ങുന്ന ശിഷ്യന്മാർക്ക് പോലും ഇവൻ ആരാണെന്ന് ശരിയായി മനസ്സിലായിട്ടില്ല. എൻ്റെ യേശു ആരാണെന്ന് തിരിച്ചറിയാൻ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. നാം സേവിക്കുന്ന കർത്താവ് ആരാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി ലജ്ജ കൂടാതെ വിളിക്കണം, യേശു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഞാൻ ഇന്ന് രാത്രി ഈ വാക്കുകൾ എംഫസൈസ് ചെയ്യാൻ കാരണം? ദൈവമുണ്ടോ? ദൈവമുണ്ടോ? ജീവിക്കുന്ന ഒരു ദൈവമുണ്ടോ? ഒരിക്കൽ
ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തും എന്ന ഒരു പല്ലവി മലയാളത്തിലുണ്ട്. ഇതുപോലെ ഒരു ചിന്തകൻ നിരീശ്വരവാദി ഒരാളിനോട് ദൈവം ഉണ്ടോടോ, എന്താ തെളിവ് എന്ന് വാദിച്ചപ്പം നടുക്കിരുന്നൊരു അപ്പച്ചൻ ചാടി എണീറ്റ് ഇയാളുടെ മുഖത്ത് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ അപ്പനുണ്ടോ, എന്നാ തെളിവ്? ഇന്ന് രാത്രി പറയട്ടെ, ദൈവം ഉണ്ടോ എന്നതിൻ്റെ തെളിവ് നിന്റെ അപ്പനുണ്ടോ എന്നൊന്നുമല്ല. രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും രണ്ട് കൈകൾ സർവതന്ത്ര സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന, പ്രകൃതിയിലെ ചിന്തിക്കുന്ന ജന്തുവായ നമ്മുടെ ശരീരത്തിലെ സിസ്റ്റത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി. ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്, ഇതിൻ്റെ പുറകിൽ ഒരു പരമബുദ്ധിയുണ്ട് എന്ന് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കറിയാം ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. കുശവന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ മരത്തിൻ്റെ ചുവട്ടിൽ ഉണങ്ങാൻ വച്ചിരിക്കുന്ന കുടത്തിൽ കൈയിട്ട് തപ്പിയിട്ട് ഈ കുടത്തിനകത്ത് കുശവനില്ലാത്തത് കൊണ്ട് കുശവനെന്ന ഒരുത്തൻ ഉണ്ടായിട്ടേ ഇല്ല, ഇതിങ്ങനെ അങ്ങ് രൂപം കൊണ്ടതാണ് എന്ന് പറഞ്ഞാൽ നിന്നെ ഊളപ്പാറയോ മാങ്ങാനത്തോ കൊണ്ട് ചികിത്സിക്കണം. എടാ, കുശവനാണെങ്കിൽ കുശവൻ കുടത്തിനകത്തല്ല, കുശവൻ കുടത്തിന് അതീതനാണ്. ഏത് കാര്യത്തിന് പുറകിലും ഒരു കാരണമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുടം ഒരു കാര്യമാണെങ്കിൽ കുശവൻ ഒരു കാരണമാണ്. ഈ ശരീരം ഒരു കാര്യമാണെങ്കിൽ ഇതിൻ്റെ സൃഷ്ടിതാവ് ഒരു കാരണമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയും, ഈ കുടത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ കുശവന്റെ ബുദ്ധി നിനക്ക് ആത്മാവിൽ കാണാം. ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ ഈ ശരീരത്തിനകത്തെ സംവിധാനങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. മൂക്കെന്ന ദ്വാരത്തെ കൊടയോടെ താഴോട്ട് വെച്ച പരമബുദ്ധി ഏതാ? ഒരു വേള ഫാക്ടറിയുടെ പോക്കോയിലൊക്കെ മുകളിലോട്ടിരിക്കുന്നത് പോലെ ഇത് തലമുടിക്കിടയിൽ കൂടെ മൂക്ക് മുകളിലോട്ടായിരുന്നു ഇരുന്നിരുന്നതെങ്കിൽ എന്തായിരുന്നേനേം ഗതി? ഒരു പെരുമഴയത്ത് കൊടയില്ലാതെ ഇറങ്ങിപ്പോയാൽ വെള്ളം കീഴോട്ടിറങ്ങുമല്ലോ. അപ്പോൾ വെള്ളം കീഴോട്ടിറങ്ങരുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മൂക്കിനെ കൊടയോടെ താഴോട്ട് വെച്ചത് ഒരു പരമബുദ്ധിയല്ലേ? ആ പരമബുദ്ധിയായി ഇന്ന് രാത്രി ഞങ്ങൾ ജീവിക്കുന്ന ദൈവമെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ മൂക്കും വായും നാസാരന്ധ്രവും ദൈവത്തിന് സ്തോത്രം അന്നനാളത്തിൻ്റെ എൻട്രൻസും ഈ കറക്റ്റ് അടുപ്പിച്ചു കൊണ്ട് വെച്ചതാരാ? ഞാൻ ഓർക്കയാ, ഇത് രണ്ടും ഇങ്ങനെ അടുത്തിരിക്കാതെ മൂക്കൊരിടത്തും വാ മറ്റൊരിടത്തും ആയിരുന്നേനെ എന്തായിരുന്നേനേം ഗതി? മഹാഗതികളായനും. ഒരു വളിച്ച ബോണ്ട കഴിക്കാൻ കൈ കിട്ടിയെന്നിരിക്കട്ടെ, ഇത് വായോടടുക്കുമ്പോൾ മൂക്കടുത്തിരിക്കുന്നത് കൊണ്ട് പറയും കേറ്റിവിടരുത്, അപകടമാണ്. അപ്പോൾ കയറിപ്പോകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ പരിശോധിക്കാൻ തക്കവണ്ണം മൂക്കിതിൻ്റെ കൃത്യം വാതുക്കൽ എത്തിച്ചു വെച്ചത് ഇതിനെ മെനഞ്ഞ ഒരു പ്രപഞ്ച കുശവനല്ലേ? ആ കുശവനെയായി രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ജീവിക്കുന്ന ദൈവമെന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ ഏകജാതനാണ് ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെങ്കിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയുന്നു, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. അനുഭവം പ്രാപിച്ച ദൈവവൈതലേ, ശബ്ദം ഉയർത്തി ഉയർത്തി വിളിച്ചോ. ഈ രാത്രി നിനക്ക് നഷ്ടമല്ല, ഇത് നിനക്ക് നേട്ടമാണ്. നസറേയനായ യേശു. ഒരിക്കൽ പാറമടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധുവായ വീട്ടമ്മയുടെ ജീവിത പങ്കാളിയായ ഭർത്താവ് ഹൃദയാഘാതത്തിൽ ലോകത്തോട് യാത്ര പറഞ്ഞു. ഒറ്റ മകനേ ഉള്ളൂ, വയസ്സ് 9. പക്ഷെ ഭക്തിയുള്ള അന്തരീക്ഷത്തിലായി മകൻ വളർന്നത്. ഈ പ്രത്യേക സമയം ആ മകൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാലിലെ ഷൂസ് കീറിപ്പോയി. നിഷ്കളങ്കമായി വിളിച്ചാൽ പ്രവർത്തിക്കാൻ ശക്തനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. ഞാൻ പറയട്ടെ, ഈ അമ്മയോട് വന്ന് പറഞ്ഞു, മമ്മി എനിക്കൊരു ഷൂസ് വേണം. അപ്പോൾ അമ്മ മറുപടി പറഞ്ഞു, മോനെ ഇപ്പം അതിനുള്ള പൈസയില്ല, ഉള്ളത് കുത്തിക്കെട്ടി കൊണ്ടു നടന്നാൽ മതി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എപ്പോഴും ഏത് വിഷയത്തിന് യേശുവാ പരിഹാരമെന്ന് പറയുന്നല്ലോ. ഞാൻ ഇന്ന് മുതൽ യേശു അപ്പച്ചനോട് പറയാൻ പോവുക, യേശു എനിക്ക് ഷൂസ് വാങ്ങിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് രാത്രി 9 മണിക്ക് യോഗം ആശീർവാദം പറയും മുൻപ് ഇതിനകത്ത് പ്രവർത്തിക്കാൻ എൻ്റെ യേശുവിന് കഴിയും. അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ട്. എന്തിന്? അന്ന് വൈകിട്ട് കിടക്കാൻ കട്ടിലേക്ക് കയറിയപ്പോൾ മുട്ടുകുത്തി 2 കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ പയ്യൻ പ്രാർത്ഥിച്ചു, യേശുവേ എനിക്ക് ഷൂസ് വേണം. ആമേൻ. ഒരു ദിവസം കഴിഞ്ഞു,
2 ദിവസം കഴിഞ്ഞു. ഒടുവിൽ കേട്ട അമ്മ ചിരിച്ചോണ്ട് പറഞ്ഞു, അല്ല, 10,000-കണക്കിന് ആൾക്കാരുടെ പ്രശ്നം തീർക്കാൻ യേശു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് ചെരുപ്പ് വാങ്ങിക്കാനാണ് യേശുവിന് നേരം. എന്തായാലും 3-ാം ദിവസം ഇവൻ കിടന്നു കഴിഞ്ഞ് ആ ചെറ്റക്കുടിലിൻ്റെ വാതിക്കൽ തൊട്ടടുത്ത വീട്ടിലെ ധനാഢ്യനായ മനുഷ്യൻ കതകിന് കൊട്ടി. കതക് തുറന്നു. ആ കതകിൽ തുറന്നപ്പോൾ ഒരു കവർ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ എൻ്റെ മകന് ഞാനൊരു ഷൂസ് വാങ്ങിച്ചു. വില കൂടിയ ഷൂസാണ്. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നപ്പം അവന് ചേരത്തില്ല. തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞതാ. പക്ഷെ മനസ്സിൽ തോന്നി, നിങ്ങളുടെ മോന് വേണമെങ്കിൽ എടുത്തോ, ചേരുമെന്ന് നോക്ക്. ഇവൻ ഉറങ്ങിക്കഴിഞ്ഞത് കൊണ്ട് ഈ അമ്മ ഇത് അവൻ്റെ മുൻപോട്ടിൽ വെച്ച് അത് കവർ ഇങ്ങനെ തുറന്ന് മുൻപിൽ വെച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ ചാടി എണീറ്റ് മുൻപിൽ ഷൂസ് ഇരിക്കുന്നത് കണ്ട് എഴുന്നേറ്റ് കാലിലോട്ട് വലിച്ചു കയറ്റിയിട്ടപ്പോൾ കീർത്തിയം. മനസ്സിലായില്ല അല്ലേ? ഓടി അടുക്കളയിലോട്ട് എന്നിട്ട് ഈ മകൻ പറയുക, അമ്മേ, എനിക്ക് ഷൂസ് വേണമെന്ന് മാത്രമല്ല, എൻ്റെ കാലിൻ്റെ അളവ് പോലും എൻ്റെ യേശുവിന് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രി കർത്താവിനെ ആരാധിക്കുന്ന ദൈവപൈതലേ, നീ നിൽക്കുന്നത് എവിടെയാണെങ്കിലും, നീ ഇരിക്കുന്നത് എവിടെയാണെങ്കിലും, അത് വഴിവക്കിലാണെങ്കിലും, അത് പുഴവക്കിലാണെങ്കിലും, അത് യോഗസ്ഥലത്താണെങ്കിലും, ഇന്ന് രാത്രി നീ വന്നിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൻ്റെ തുടിപ്പറിയാവുന്ന ഒരാൾ ഈ രാത്രി യോഗത്തിനുണ്ടെന്ന് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ലജ്ജയെല്ലാം മാറ്റിവെച്ചിട്ട്, അഭിമാനമൊക്കെ മാറ്റിവെച്ചിട്ട് ഒന്ന് ശബ്ദം ഉയർത്തി വിളിക്കണം. ഓ, ലജ്ജ കൂടാതെ വിളിക്കണം, യേശുവേ എന്ന്. ഈ രാത്രി നമ്മളൊന്ന് തിരിച്ചറിയാൻ പോകുകയാണ്. ഞാൻ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. ഒരു ചോദ്യം, ഗോതമ്പ് ദോശയിൽ നിന്നും ഗോതമ്പ് മാറ്റിയാൽ എന്തോ അധികം വരും? ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ ആരും ഗോതമ്പ് ദോശ ഉണ്ടാക്കാത്ത മട്ടാ. ഗോതമ്പ് ദോശയിൽ നിന്ന് ഗോതമ്പ് മാറ്റിയാൽ എന്തധികം വരും? ഒന്നും അധികം വരത്തില്ല. സുവിശേഷ പ്രസംഗത്തിനകത്തു നിന്നും യേശുവിനെ മാറ്റിയാൽ എന്തധികം വരും? കുറച്ച് വിശേഷം അധികം വരും. ഞാനിന്ന് രാത്രി വിശേഷം പറയാൻ ഇവിടെ നിൽക്കുകയല്ല, ഇന്ന് രാത്രിയിൽ യേശുവിനെ ഉയർത്താൻ നിൽക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ മുഴുവൻ യേശുവിലേക്ക് ഉയരണം. യേശു ആര്? അവൻ ഒരു മതസ്ഥാപകനല്ല, അവൻ ഒരു രാഷ്ട്രസ്ഥാപകനല്ല, അവൻ ഒരു തത്വചിന്തകനല്ല, അവൻ ഒരു സത്യാന്വേഷിയല്ല, അവൻ ഒരു ത്യാഗിയല്ല, അവൻ ഒരു യോഗിയല്ല, അവൻ ഒരു ആരാധനാമൂർത്തി മാത്രമല്ല. ഈ രാത്രി ഓർക്കുക, അവനെ പോലെ ഒരാളെ ചരിത്രം കണ്ടിട്ടില്ല. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി ശബ്ദമുയർത്തി നമ്മുടെ രക്ഷകന്റെ നാമം ഉച്ചരിക്കാൻ ഈ മലമുകളിൽ മടിക്കരുത്. അഭിമാനത്തോടെ പറയണം, ഞാൻ പ്രസംഗിക്കുന്ന യേശു സാധാരണക്കാരനല്ല. അവൻ ആര്? നമുക്കൊന്നിച്ച് വേഗമൊന്ന് കടന്നു പോകണം. ഈ ഒരു കാര്യം മാത്രം ഒരു തലമുറയെ പഠിപ്പിക്കുവാൻ ദൈവം ദൈവിക പദ്ധതി പ്രകാരം ഈ ഭൂമിയിൽ ജനിക്കാൻ അനുവദിച്ച ഒരാളുണ്ട്. നമ്മളെപ്പോലെ ഒത്തിരി നാളൊന്നും പ്രസംഗിക്കാൻ അദ്ദേഹത്തെ ദൈവം അനുവദിച്ചില്ല. ഒറ്റ വിഷയത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ അദ്ദേഹത്തെ ജനിക്കാൻ ദൈവം അനുവദിച്ചത്. അത് യേശുക്രിസ്തു ആരാണ് എന്ന് ലോകത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണം. അത്രയും കഴിഞ്ഞിട്ട് എത്രയും വേഗം അവൻ തിരശ്ശീലയ്ക്ക് പുറകിലേക്ക് മറയണം. ഒരു വെള്ളി നക്ഷത്രം പോലെ, ഒരു കൊള്ളിമീൻ പോലെ, ഒരു മിന്നൽ പിണർ പോലെ ആത്മതപസ്സിൽ ഉദിച്ചുയർന്ന് അതിവേഗം അപ്രത്യക്ഷനായ അമ്മയുടെ ഉദരഭിത്തികൾക്കകത്ത് വെച്ച് തന്നെ ഈ ഒറ്റ വിഷയത്തിന് വേണ്ടി ദൈവം അഭിഷേകം ചെയ്ത ഒരാളുണ്ട്. അതാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനെ ദൈവം ഈ ഭൂമിയിലാക്കിയത് യേശു ക്രിസ്തുവിനെ ആ തലമുറയ്ക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനാണ്. നിങ്ങളൊന്ന് വായിച്ചാട്ടെ യോഹന്നാന്റെ സുവിശേഷം 1:29 വാക്യം. വേഗം വരണം. യോഹന്നാൻ 1:29. യേശു ആര്? വായിച്ചാട്ടെ. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എല്ലാ ദൈവമക്കളെ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് ശബ്ദം ഉയരട്ടെ പ്രിയപ്പെട്ടവരെ. ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം. ഞാൻ ഇന്ന് രാത്രി പറയാം, ഞാൻ വിശ്വസിക്കുന്ന ഒരു വസ്തുത പറയാം. ഇന്ന് രാത്രി എൻ്റെ യേശു ഇതിനകത്ത് എത്തിയിട്ടുണ്ട്.
സാധാരണ ഒരു സന്ദേശമല്ല. ഇന്ന് രാത്രി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ കരം വളരെ വ്യക്തമായി ചില വ്യക്തികളെ തൊടാൻ തുടങ്ങുന്ന രാത്രിയാണ്. ഞാനും ഒരല്പം പരിശീലനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കഴിഞ്ഞ സന്ധ്യയിൽ ദമാമിൽ പ്രസംഗിച്ചതിന് ശേഷം കഴിഞ്ഞ രാത്രി കൊണ്ട് യാത്ര ചെയ്ത് ഞാൻ അതേ കേരളത്തിൽ എത്തിച്ചേരുകയായിരുന്നു. ശബ്ദത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ എൻ്റെ രക്തധമനികളിൽ ചൂട് പിടിപ്പിക്കുന്നത് എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ അതിനകത്ത് അഴിയാത്ത ശക്തികളില്ലെന്നാണ് അനുഭവിച്ചറിഞ്ഞ് ദൈവമക്കൾ ആത്മാവിൽ പറയണം. ഞാൻ പ്രസംഗിക്കുന്ന യേശു സാധാരണക്കാരനല്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു സാധാരണക്കാരനല്ല. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് പോകാൻ നേരെ എയർപോർട്ടിലെത്തിയിട്ട് അവിടെ പാസ്പോർട്ട് കൺട്രോൾ റൂമിലേക്ക് ചെന്ന് ആ ഭാഗത്തേക്ക് ചെന്ന് കൗണ്ടറിൽ ചെന്ന് അവിടേക്ക് നീട്ടേണ്ടത് നിന്റെ കുടുംബ പേരല്ല, റേഷൻ കാർഡല്ല. അവർക്ക് കാണേണ്ടത് വിസയും പാസ്പോർട്ടുമാണ്. വിസയും പാസ്പോർട്ടും നോക്കുമ്പോൾ നിനക്കതിന് യോഗ്യതയുണ്ടോ എന്ന് അവർ നന്നായിട്ട് അറിയും. അങ്ങനെയാണെങ്കിൽ മാനവ കുലത്തിൽ ജനിച്ച് ജീവിച്ച് ജനിപ്പിച്ച് മരിച്ചു മൺമറഞ്ഞിട്ടുള്ളതിൽ മനുഷ്യത്വത്തിനകത്ത് ദൈവത്വം ഇറങ്ങി വന്നിട്ട് ദൈവത്വത്തിന്റെ വിസയും പാസ്പോർട്ടുമുള്ള ഒരുവനെ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അത് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശു അല്ലാതെ ഒരുത്തരുമില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം. വിസയ്ക്കും പാസ്പോർട്ടിനും അകത്ത് എൻ്റെ ഐഡന്റിറ്റി തെളിയുമെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഉയർത്തുന്ന യേശുവിനകത്ത് ദൈവത്തിന്റെ ഐഡന്റിറ്റി തെളിഞ്ഞു നിൽക്കുകയാണ്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇരമ്പി മറിയുന്ന കടൽ തിരമാലകളെ ഒറ്റ വാക്കിൽ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് പ്രകൃതിയെ നിയന്ത്രിച്ചവനാണ് ഞാൻ ആരാധിക്കുന്ന കർത്താവെങ്കിൽ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന യുവമക്കൾ പറയണം, എൻ്റെ കർത്താവ് പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ്. 6000 ദുർഭൂതങ്ങൾ ഒരുപോലെ വസിക്കുന്ന ഒരു ദുരാത്മബാധിതന്റെ ബന്ധനത്തെ അഴിച്ചു മാറ്റാൻ എൻ്റെ യേശുവിനെ കഴിഞ്ഞെങ്കിൽ അവരെ ഭൂതാത്മാക്കളുടെ മേൽ അധികാരമുള്ള കർത്താവാണ്. രക്തത്താൽ ജയം. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ചാറില്ലാത്ത ചണ്ടി പോലെ ശരീരത്തിന്മേൽ ബലഹീനത ആധിപത്യം പുലർത്തുമ്പോൾ ഒരു വിറയ്ക്കുന്ന കൈനീട്ടിയ സ്പർശനത്തിന് മുൻപിൽ അവളുടെ ശരീരത്തിന്റെ രോഗം അഴിഞ്ഞെങ്കിൽ എൻ്റെ യേശു രോഗത്തിന്മേൽ അധികാരമുള്ളവനാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്കുള്ളിൽ ബലഹീനത ആരംഭിച്ച് മരിച്ചു മൺമറയാൻ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു 12 വയസ്സുകാരിയുടെ ശരീരത്തിൽ നിന്നും പറന്നകന്ന് പറുദീസയിൽ വിശ്രമിക്കുന്ന ആത്മാവിനെ ഒറ്റ വാക്കിൽ മരണക്കിടക്കയിൽ അവളിലേക്ക് മടക്കി വരുത്താൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ എൻ്റെ യേശു മരണത്തിന്മേൽ അധികാരമുള്ളവനാണ്. അതുകൊണ്ട് ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള, രോഗത്തിന്മേൽ അധികാരമുള്ള, മരണത്തിന്മേൽ അധികാരമുള്ള, ശവത്തിന്റെ മേൽ അധികാരമുള്ള, പിശാചിന്റെ മേൽ അധികാരമുള്ള, പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുള്ള മഹാദൈവത്തിന്റെ ഐഡന്റിറ്റി തെളിയുന്ന, പാസ്പോർട്ട് തെളിയുന്ന ഒരു മനുഷ്യത്വത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശു മാത്രം. ഗ്ലോറി, ഹല്ലേലൂയ. യേശു ആര് എന്ന സംശയം മുറ്റി നിൽക്കുന്ന അന്തരീക്ഷം ഓർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം. മറിയയ്ക്ക് പിറന്ന അഭിസാരിക സന്തതി എന്ന്, ആശാരി തച്ചന്റെ കൊച്ചനെന്ന് പരിഹസിച്ചു പറയുന്നവരുടെ മധ്യത്തിൽ ഈ നിൽക്കുന്നത് കേവലം ആശാരി തച്ചന്റെ കൊച്ചനല്ല. ഇത് മറിയയ്ക്ക് പിറന്ന വേശ്യാ സന്തതിയല്ല. ഇത് ഈ പ്രപഞ്ചമാകുന്ന മഹാസൗധം പടുത്തുയർത്തിയ പെരുന്തച്ഛനായ പ്രപഞ്ച ചക്രവർത്തിയുടെ ഏകജാതനാണ് എന്ന് ആ തലമുറയ്ക്ക് വിളിച്ചുവരുത്തി കൊടുക്കാൻ ദൈവം നിയോഗിച്ചയച്ച യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പഴയ പെന്തക്കോസ്ത് അനുഭവമുള്ള ദൈവമക്കൾക്കറിയാം. പ്രസംഗങ്ങൾക്കിടയിൽ പണ്ട് ഉയർന്നുകൊണ്ടിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, യേശു ക്രിസ്തു പാപികളെ. ആ കരങ്ങൾ ഉയർത്തിയെന്ന് പറയാമോ? യേശു ക്രിസ്തു പാപികളെ. ദൈവത്തിന് സ്തോത്രം. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് യഹൂദന് മനസ്സിലാകുന്ന മതത്തിന്റെ ഭാഷയാണ്. ആണ്ടോടാണ്ട് കൂടുമ്പോൾ ആണ്ടിലൊരിക്കൽ പാപപരിഹാരത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുവാൻ തുടങ്ങുന്ന യാഗവസ്തുവിനെ, മൃഗത്തെ, യാഗക്കുഞ്ഞാടിനെ ദേവാലയ അങ്കണത്തിൽ കെട്ടിയിട്ടിരിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ തലമുറയിലെ ആളുകൾ പറയും, ഇത് ഈ ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അറുക്കപ്പെടാൻ തുടങ്ങുന്ന കുഞ്ഞാടാണ്. എന്നാൽ നമ്മുടെ രക്ഷകനെ ചൂണ്ടിക്കൊണ്ട്
യോഹന്നാൻ പറയുന്നു, ഇത് ഒരു ജനതയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അറുക്കപ്പെടാൻ തുടങ്ങുന്ന കുഞ്ഞാടല്ല, മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിനായി അറുക്കപ്പെടാൻ തുടങ്ങുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഈ ദൂതിന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നാഥൻ്റെ ബലിമരണത്തെ ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, ഇതുപോലെ പാപപരിഹാര ബലിയായി തീർന്ന ഒരുവനെ ആ ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണ്. ആ മരണരംഗം അത് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി എൻ്റെ നാഥൻ ഗോൽഗോഥയിലേക്ക് കയറിപ്പോകുകയാണ്. രാത്രി എൻ്റെ മുൻപിലിരിക്കുന്ന സകല ദൈവമക്കളും ആ രംഗം ഒന്ന് ആത്മാവിൽ കാണണം. ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറ പറയുന്ന അടിയേറ്റ് തകർന്ന ആ പുറത്തേക്ക് ഭാരമേറിയ മരക്കുരിശ് വെച്ച് വീണുമെഴുന്നേറ്റും വ്യസന വീഥിയിലൂടെ എൻ്റെ നാഥൻ ഗോൽഗോഥയിലേക്ക് നടന്നു നീങ്ങുന്നു. വഴി പൂർണ്ണമായി കഴിഞ്ഞപ്പോ ഗോൽഗോഥയിൽ, കാൽവറിയിൽ, ക്രാനിയോനിൽ എത്തിച്ചേർന്ന എൻ്റെ നാഥനെ അവർ പിടിച്ച് തയ്യാറാക്കുകയാണ്. പണി തീർന്ന ക്രൂശ് മലർത്തിയിട്ടിട്ട് റോമൻ പടയാളികൾ ഷൂസിട്ട കാലുകൊണ്ട് കൈകാലുകൾ ചവിട്ടിപ്പിടിച്ച് ആ സന്ധിബന്ധങ്ങളെ ഭേദിക്കുമാറ് ആണി അടിച്ചിറക്കുമ്പോൾ വായ് മാത്രമേ അവിടത്തേക്ക് സ്വാതന്ത്ര്യമായിട്ടുള്ളൂ. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നവിടുന്ന് നിലവിളിക്കുകയാണ്. ഒടുവിൽ ഒരു കയറിൻ്റെ സഹായത്തോടെ ആ ക്രൂശ് ഉയർത്തി ഒരു പാറയിടുക്കിലേക്ക് ഇടിച്ചിരുത്തി ഉറപ്പിക്കുമ്പോൾ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്ക് എണ്ണാം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ എൻ്റെ നാഥൻ തൂങ്ങിക്കിടന്ന് പിടയുകയാണ്. ഇന്ന് രാത്രി എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം, ഇത് പരാജയമല്ല, ഇത് പഴയ പാമ്പിന്റെ തലയെ തകർക്കുന്ന രംഗമാണ്. രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം, എൻ്റെ പറുദീസയുടെ കവാടം തുറക്കുകയാണ്, പഴയ പാമ്പിന്റെ തല തകരുകയാണ്, പൈശാചിക ശക്തികൾ ആയുധം വയ്ക്കുകയാണ്, ദൈവപ്രവൃത്തി വ്യാപരിക്കുകയാണ്, ശാപത്തിന്റെ കെട്ടുകൾ തകരുകയാണ്. ഒരു ദൈവപ്രവൃത്തി ഗോൽഗോഥയിൽ നടക്കുന്നു. നിങ്ങൾക്കറിയാമോ, എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, അവർ അവന് കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു. എന്താ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ്? ആനക്കുട്ടിയുടെ പ്രഥമ വിസർജ്യം പുളിപ്പിച്ച മൂരിനോട് കൃത്യ അനുപാതത്തിൽ ചേർത്താൽ ആ പാനീയം ലോക്കൽ അനസ്തേഷ്യയാകും. അത് കുടിച്ചാൽ വ്യക്തി ക്ഷണത്തിൽ മയങ്ങും. പലസ്തീൻ നാട്ടിലെ ധനിക സ്ത്രീകൾ ക്രൂശിതരുടെ അതിവേദന ഒഴിവാക്കാൻ തയ്യാറാക്കിയ ഔദാര്യ പാനീയമാണിത്. കുടിക്കാൻ വായോട് അടുപ്പിച്ചപ്പോൾ യേശുവിന് മനസ്സിലായി മയങ്ങാനുള്ള മരുന്നാണ്. പക്ഷേ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിയിട്ട് മരണപര്യന്തം, ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായവരെ വിടുവിപ്പാൻ എൻ്റെ നാഥൻ മരിക്കാൻ തയ്യാറായപ്പോൾ അവൻ മയങ്ങി മരിക്കാൻ തയ്യാറായില്ല, അവൻ ബോധപൂർവം മരിക്കാൻ തയ്യാറായി. ഇന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. എല്ലാവരും ആ രംഗം കാൽവറിയിൽ നോക്കണേ. അവിടുന്ന് വായ് തുറന്ന് തൂങ്ങിക്കിടക്കുന്ന ശരീരഭാരം കാലിലെ മുള്ളിലേക്ക് ഇരുമ്പിലേക്കൊന്ന് ഏൽപ്പിച്ച് പെടച്ച് പൊങ്ങിയിട്ട് അവിടുന്ന് അവസാനമായി പറഞ്ഞ വാക്ക് ടെറ്റലസ്റ്റായി, നിവർത്തിയായി എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി വേണ്ട, ആൾ രൂപം വേണ്ട, ഉരുളിച്ച വേണ്ട, ഉരുളു നേർച്ച വേണ്ട, അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട, യാഗങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, വഴിപാടുകൾ വേണ്ട, വെളിച്ചെണ്ണ വേണ്ട. തകർന്ന ഹൃദയത്തോടും നനയുന്ന കണ്ണുകളോടും കൂടെ നിന്റെ കണ്ണുകൾ കാൽവറിയിലേക്ക് ഒഴുകി ഉയർന്നാൽ നിന്റെ ഏത് ബന്ധനത്തെയും അഴിച്ചു മാറ്റിയിട്ട് നിന്റെ നിത്യതയ്ക്ക് അർഹനാക്കാൻ യേശുവിന്റെ ക്രൂശിന് ഇന്ന് രാത്രിയും ശക്തിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാചകം ഞാൻ എടുത്തുദ്ധരിക്കുന്നു. ഉടനെ മന്ദിരത്തിന്റെ തിരശീല മുകൾ തൊട്ടടിയോളം ചിന്തിപ്പോയി.
പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവത്തിനും മധ്യത്തിൽ അടുത്തു വരുന്നതിന് തടസ്സം നിൽക്കുന്ന ആ തിരശീല പവിത്ര ദൈവത്തിന്റെ ദിവ്യശക്തിയാൽ മുകൾ തൊട്ട് അടിയോളം ചിന്തി മാറി. 2, ഭൂമി കുലുങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ സദസ്സിനോട് ചോദിക്കുന്നു, ലോക ചരിത്രത്തിൽ എത്രയോ മരണമുണ്ടായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഹിറ്റ്ലർ, മുസോളിനി, യുഗപ്രഭാവന്മാർ, ബുദ്ധിരാക്ഷസന്മാർ, മതസ്ഥാപകന്മാർ, രാഷ്ട്രമീമാംസകന്മാർ മരിച്ചിട്ടില്ലേ? എന്നാൽ എങ്ങനെ ഭൂകമ്പം ഉണ്ടാകുന്നത്? കുട്ടികളോട് ചോദിക്കണം. സ്തോത്രം. 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ചുക്കിച്ചുളുങ്ങിയ നരിഞ്ഞത്തോട് പോലെയുള്ള ഈ പച്ചപ്പട്ടു വിരിച്ച ഭൂമിയുടെ ഭൂഗർഭം ഉരുകിത്തിളയ്ക്കുന്ന ലോഹദ്രാവകമാണ് മാൻഡിൽ. അതിൻ്റെ പുറത്ത് 100 കിലോമീറ്റർ കനത്തിൽ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന ഭൂഗർഭ പാളികളുണ്ട്. അത് സ്തോത്രം പൊങ്ങുതടി പോലെ ഈ തീക്കുണ്ഡത്തിന് മുകളിൽ ഒഴുകി നടക്കുകയാണ്. അതിൽ ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റുമായി ഇടിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന ഇന്റർലോക്ക് മർദ്ദമാണ് ഭൂകമ്പം. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ക്രൂശീകരണം നടക്കുന്ന സമയം അവൻ്റെ വായിലെ വാക്കിൻ്റെ ശക്തി ഇറങ്ങിച്ചെന്നിട്ട് പാതാള മേഖലയെ ചലിപ്പിച്ചെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി ഈ ദൂതിന് മുൻപിൽ ഈ ജീവന്റെ വചനം ഉയർത്തിക്കൊണ്ട് പറയുന്നു, പഴയ പാമ്പിന്റെ തല തകർക്കാൻ ശക്തിയുള്ള ഒരു മരണം ചരിത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവിന്റെ മരണമാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ആത്മാവിൽ പറയണം, ആ മരണത്തിന്റെ പുറകിൽ നടന്ന വിടുതൽ സാധാരണ വിടുതലല്ല. ആ മരണത്തിന്റെ പുറകിൽ നടന്ന വിടുതൽ ഇന്ന് രാത്രി ഇവിടെ പ്രതിഫലിക്കുന്ന വിടുതലാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, ആ കരം ഈ രാത്രി ഉയർത്തിക്കൊണ്ട് പറയണം, എൻ്റെ യേശു ജയമെടുത്തവനാണ്, മരണത്തിന്മേൽ ജയമെടുത്തവനാണ്. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവസന്നിധിയിൽ ശബ്ദം ഉയർത്തി ആരാധിക്കട്ടെ. മറ്റുള്ളവരത് കാണട്ടെ. ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി ആരാധിക്കട്ടെ. ആത്മാവിൽ വിളിച്ചു പറ, ഞാൻ ആരാധിക്കുന്ന എൻ്റെ യേശു സാധാരണക്കാരനല്ല. അവന്റെ മരണത്തിന്റെ ആഫ്റ്റർ എഫക്ട് പാതാള മേഖല വരെ കടന്നു ചെന്നു. നിങ്ങൾക്കറിയാമോ, മദ്രാസിലെ മോനെ വളർത്തമ്മയുടെ വയറ്റിൽ കറിക്കത്തി കുത്തിക്കടത്തിയ നരാധമനെ അറിയാമോ? അദ്ദേഹത്തെ കഴുകിയ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്നെ കഴുകാൻ ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ മേൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഏത് കൊടിയ ശാപത്തിന്റെ കെട്ടുകളെയും ഈ രാത്രി അഴിച്ചെടുത്തിട്ട് എത്ര ഘോര മരണത്തെയും ധൈര്യത്തോടെ അഭിമുഖീകരിക്കാൻ നിനക്ക് കരുത്തു തരുന്ന ചരിത്രത്തിലെ ഏക മരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ മരണമാണ്. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു ഭക്തനായ ആൾ പറഞ്ഞ ഒരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരു അമ്മ വീട്ടിലെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റ മോനേ ഉള്ളൂ. മകൻ്റെ പേര് വിനോദ് എന്നാണ്. വീടിൻ്റെ മുൻപിൽ ആ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക. അമ്മ വർത്തമാനം പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മകനോട്. പക്ഷേ പെട്ടെന്ന് മോനെ കാണാനില്ല. ആ സുന്ദരക്കുട്ടൻ്റെ കഴുത്തിൽ 2.5 പവൻ മാലയും ഉണ്ടായിരുന്നു. അമ്മ പുറത്തേക്ക് ഇറങ്ങി വിളിച്ചു, മോനെ വിനോദേ. കേൾക്കാൻ ആരില്ല. നാട്ടുകാരോടിക്കൂടി അന്വേഷണം ആരംഭിച്ചു. ചില മണിക്കൂറുകൾക്കുള്ളിൽ അഹൃദയഭേദകമായ സംഭവം നാട്ടുകാർ കണ്ടു. തൊട്ടടുത്ത ഒരു മുളങ്കൂടിനകത്ത്, മുളം കൂട്ടമായി വളർന്നു നിൽക്കുന്ന ഭാഗത്ത്, അതിനകത്ത് കഴുത്ത് ഞെക്കിക്കൊന്ന മട്ടിൽ കഴുത്തിലെ ഈ മാല മോഷ്ടിച്ച നിലയിൽ ഈ കുഞ്ഞിൻ്റെ അനാഥ ജഡം കണ്ടു. ഒടുവിൽ പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തു. നാണു എന്ന ഒരു മനുഷ്യൻ അയാളെ വിസ്തരിച്ചു. വിയൂർ ജയിലിൽ ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ ജയിലിലേക്ക് ഒരു സുവിശേഷകൻ കയറി ചെന്നു. അദ്ദേഹം തൂക്കിക്കൊലയ്ക്ക് മുൻപ് ഒരു ബൈബിൾ അങ്ങോട്ട് കൈമാറ്റം ചെയ്തു. ഉടനെ ബൈബിൾ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് സുവിശേഷകനെ വായി വന്നത് എല്ലാ ചീത്തയും പറഞ്ഞിട്ട് ഈ ബൈബിൾ മൂലയ്ക്കേക്ക് വലിച്ചെറിഞ്ഞു. ഇയാൾ പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് പോയിട്ട് അകത്തോട്ട് കയറി വന്നപ്പോൾ നിലത്ത് ബൈബിൾ കിടക്കുന്നത് കണ്ടിട്ട് ബൈബിൾ എടുത്ത് തുറന്നൊന്ന് നോക്കി വെറുതെ. പക്ഷെ ആ നോട്ടം ചെന്ന് പതിച്ചത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന വാക്യത്തിലായിരുന്നു. അറിയാത്തൊരു ഭാരം മനസ്സിൽ വ്യാപരിച്ചു.
കരയാൻ തുടങ്ങി. യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങി. അന്ന് അവിടെ വന്ന സുവിശേഷകനെ കാണണമെന്ന് നിർബന്ധം പിടിച്ചു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ജയിൽ ചുമതലപ്പെട്ട് സംസാരിപ്പിച്ചു. അവസാനമായി 3 ആഗ്രഹങ്ങൾ പറഞ്ഞു തൂക്കിക്കൊലയ്ക്ക് തൊട്ട് മുൻപ്. 1, എനിക്ക് വിശ്വാസ സ്നാനം സ്വീകരിക്കണം. 2, എനിക്ക് വിശുദ്ധ മേശയിൽ പങ്കുകൊള്ളണം. 3, എൻ്റെ മരണശേഷം എൻ്റെ കണ്ണുകൾ അന്ധനായ ഒരാൾക്ക് ദാനം ചെയ്യണം. എന്തായാലും ഞാൻ ഇനിയും പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഈ ക്രൂശ് മുഖാന്തരം ലഭിക്കുന്ന സമാധാനത്തിൻ്റെ വലിപ്പം ഓർത്താൽ നമുക്കിന്ന് രാത്രി മൗനമായിട്ടിരിക്കാൻ കഴിയുകയില്ല. രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറയണം, ഇതുപോലൊരു ഭാഗ്യം മറ്റൊന്നില്ല. എന്തിന്? അന്ന് തലേ രാത്രിയിൽ തൂക്കിക്കൊല്ലാൻ പോകുന്ന ആൾ ഉറങ്ങാറില്ല. പക്ഷേ നാണു ബൈബിൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഗാഠമായി ഉറങ്ങി. രാവിലെ ഡോക്ടേഴ്സ് ചെക്കപ്പും കുലക്കയറിലേക്കുള്ള യാത്രയും ഭക്ഷണ ക്രമീകരണങ്ങളുമുണ്ട്. ശാന്തമായി എഴുന്നേറ്റു. എന്തിന്? ഡോക്ടേഴ്സിന്റെ സംഘം ഉൾപ്പെടെ കുലക്കയറിലേക്ക് വിയൂർ ജയിലിൽ ഇദ്ദേഹത്തെ നയിച്ചു. ജയിൽ ചുമതലപ്പെട്ട പറയുന്നത്, അവിടെ എത്തിയ സമയം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ സമയം ചോദിച്ചു. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ജയിൽ ചുമതലപ്പെട്ടവർ നോക്കി നിൽക്കെ ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. 2 കൈകളും ഉയർത്തി, മുഖത്തൊരു വാട്ടവുമില്ല. പ്രാർത്ഥിച്ച വാചകം ഇങ്ങനെ: യേശുവേ, ചില നാളുകളായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പാപക്കറകളെ അങ്ങയുടെ പരിശുദ്ധ രക്തം കഴുകി മാറ്റിയത് കൊണ്ട് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ചില മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ അങ്ങയെ കാണാൻ വരികയാണ്. ഇത്രയും നാൾ ഞാൻ സ്തോത്രം അങ്ങയെ ആത്മാവിൽ കണ്ടു. ഇനിയും ചില മിനിറ്റിനുള്ളിൽ ഞാൻ അങ്ങയെ നേരിട്ട് കാണും. എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാരെയും എനിക്കെതിരെ വിധി പുറപ്പെടുവിച്ച ജഡ്ജിയെയും എനിക്കെതിരെ നടപടിയെടുത്ത അധികാരികളെയും അനുഗ്രഹിക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കൈകളിൽ കൈമാറുന്നു യേശുവേ എന്ന് പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞു. നാണുവിൻ്റെ കഴുത്തിൽ കയറ് മുറുകി ജഡം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഞാൻ ചോദിക്കുന്നു, മരണത്തിൻ്റെ തൂക്കുകയറ് മുൻപിൽ വന്നപ്പോഴും ചിരിയോടെ അഭിമുഖീകരിക്കാൻ കരുത്തു പകർന്ന ഒരു രക്തത്തിൻ്റെ കഴുകൽ അനുഭവിച്ച രംഗമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ബലിമരണം മാത്രമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലിരുന്ന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയണം, ഞാൻ പ്രസംഗിക്കുന്ന യേശു സാധാരണക്കാരനല്ല, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഇനിയും 2ാമത്തെയും 3ാമത്തെയും പരിചയപ്പെടുത്തൽ നമുക്ക് വേഗം വായിക്കാൻ കഴിയും. നിങ്ങൾ വേഗം വന്നിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 3:15 മുതൽ ഉള്ള വാക്യങ്ങൾ. ലൂക്കോസ് 3:15 മുതൽ വേഗം വന്നാട്ടെ. ലൂക്കോസ് 3:15 മുതൽ വേഗം വായിക്കണേ. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തുവോ എന്നെല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും. കരമുയർത്തി സ്തോത്രം പറഞ്ഞേ, ഒന്നുകൂടെ ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഇതാരാ നിൽക്കുന്നതെന്നറിയാമോ? അടിമയുടമ സമ്പ്രദായം നിലവിലിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു വീട്ടിലേക്ക് ഉടമ കയറി വരുമ്പോൾ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റി വീട്ടിലോട്ട് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം അടിമയുടേതാണ്. പുറത്തേക്ക് പോകുമ്പോൾ കാലിലെ ചെരുപ്പ് കെട്ടിമുറുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അടിമയുടേതാണ്. എന്ന് പറഞ്ഞാൽ യജമാനന്റെ കാലിലെ ചെരുപ്പ് കെട്ടിമുറുക്കാനും അഴിച്ചു മാറ്റാനുമുള്ള ചുമതല ഒരു അടിമയുടെ ഡ്യൂട്ടിയാണ്. ഈ നിൽക്കുന്ന ആരെന്നറിയാമോ? ഇത് സാധാരണക്കാരനല്ല. ഇദ്ദേഹത്തിനൊരു അടിമ ജോലി ചെയ്യാൻ പോലും ഞാൻ യോഗ്യനല്ല. അത്ര വലിയവനാണ് ഈ നിൽക്കുന്ന നസറേയനായ യേശു. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമൈതലേ, നഷ്ടബോധത്തോടെ കുനിഞ്ഞിരിക്കേണ്ടവരല്ല. കൃപ പ്രാപിച്ച ഞാനും നീയും അവൻ ആരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പന്തലിന്റെ കീഴിൽ ആരാധന ഉയരണം. നിന്റെ ചിന്താമണ്ഡലത്തെ ബന്ധിച്ചിട്ട് അവൻ ആരെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പിശാച് ജയമെടുത്തിരിക്കുമ്പോൾ നിന്റെ ഏത് വിഷയത്തെയും അഴിച്ചെടുക്കാൻ എൻ്റെ യേശു ശക്തനാണെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഈ മുൻനിര മുതൽ പിൻനിര വരെ ആരാധിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി ലജ്ജ കൂടാതെ വിളിക്കണം, ഞാൻ പ്രസംഗിക്കുന്ന യേശു സാധാരണക്കാരനല്ല. അവനെ പോലെ ഒരുവനെ ചരിത്രം കണ്ടിട്ടില്ല.
ഹബ്ദൽ ഘടകന അധികനയാറകൾ ഘടക രൗദര അധികനയാറകനക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അന്യഭാഷയിൽ പോരാടുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ അന്യഭാഷയിൽ പോരാടുന്ന രാത്രിയാകട്ടെ. ഇത് സാധാരണക്കാരനല്ല കേട്ടോ. ഇവന്റെ കൈകളിൽ വീശുമുറമുണ്ട്, ഇവന്റെ കൈകളിൽ വീശുമുറമുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രി നോക്ക്, ഒരു വയലിൽ കതിരിൽ പതിരും മണിയും ഒരുമിച്ച് നിൽക്കുകയാണ്. അടുത്ത് നിൽക്കുന്നത് മണിയാണ്, ഇപ്പുറത്ത് നിൽക്കുന്നത് പതിരാണ്. പതിരും മണിയും ഒരേ ജൂബായാണ് ഇട്ടിരിക്കുന്നത്, അടുത്തടുത്ത കസേരയാണ് ഇരിക്കുന്നത്. വളർച്ചയുടെ ഏതോ ഘട്ടത്തിൽ പാല് മുറ്റി മണിയാകേണ്ട സ്ഥാനത്ത് പതിരായി പോയ ഒരു മണി, പതിരടുത്ത് നിൽക്കുമ്പോൾ ഒരു മണി ഇപ്പുറത്ത് നിൽക്കുകയാണ്. ആളുകൾ കാണുമ്പോൾ ഓർക്കും എല്ലാം മണിയാണെന്ന്. അല്ല, ചിലത് പതിരാണ്, ചിലത് മണിയാണ്. ഈ അഭിനയം ഒത്തിരി നാളൊന്നും മുന്നോട്ട് പോകത്തില്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, കൈകളിൽ വീശുമുറമെടുത്തിട്ട് പതിരിനെ പാറ്റി തീപ്പൊയ്കയിൽ കത്തിക്കുകയും മണിയെ കളപ്പുരയിൽ ശേഖരിക്കുകയും ചെയ്യുന്ന, വെളിപ്പെടാൻ തുടങ്ങുന്ന സാക്ഷാൽ ജഡ്ജിയാണ് ഈ നിൽക്കുന്ന ഞങ്ങളുടെ കർത്താവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, നീ ആരാധിക്കുന്ന നിന്റെ രക്ഷകൻ സാധാരണക്കാരനല്ല. നാളെ വെളിപ്പെടാൻ തുടങ്ങുന്ന ദൈവകോടതിയുടെ സുപ്രീം ജഡ്ജിയാണ് നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നുവെന്ന് ബോധ്യമുണ്ടെങ്കിൽ ലജ്ജ വേണ്ട. അഭിമാനം മാറ്റിവെച്ച് ശബ്ദമുയർത്തി പറയണം, ഇത് കർത്താവ് സാധാരണക്കാരനല്ല, അവൻ ലോകത്തെ ന്യായം വിധിക്കുന്ന ജഡ്ജിയാണ്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ അധരങ്ങൾ ചലിക്കട്ടെ. തേജസ് ഉടുത്തുകൊണ്ട് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലൂടെ എൻ്റെ കർത്താവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കരം ചില വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന നീ വിളിച്ചു പറയണം, എൻ്റെ കർത്താവ് സാധാരണക്കാരനല്ല, അവൻ ന്യായം വിധിക്കുന്ന ജഡ്ജിയാണ്, അവൻ ന്യായം വിധിക്കുന്ന ജഡ്ജിയാണ്. ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മ കണ്ണുകൾ ഉയർത്തി കാണട്ടെ. വെളിപ്പെടാൻ തുടങ്ങുന്ന ദൈവകോടതിയിൽ നാളത്തെ സുപ്രീം ജഡ്ജിയായി വെളിപ്പെടാൻ തുടങ്ങുന്നത് ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവാണ്. അവൻ ലോകത്തെ ന്യായം വിധിക്കുന്ന ജഡ്ജിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഇനിയും ഇവൻ ഇന്നൊരു ദൗത്യം ചെയ്യാനാ, ഈ പ്രവൃത്തി ചെയ്യാനാ ഇവിടെ വന്നിരിക്കുന്നത്. എന്താ? ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന മാധ്യമം വെള്ളമാണ്. ഈ നിൽക്കുന്നയാളും സ്നാനപ്പെടുത്താൻ വന്നതാണ്. അവൻ വെള്ളത്തിലല്ല സ്നാനപ്പെടുത്തുന്നത്, ആത്മാവാകുന്ന തീയിലാണ് നിന്നെ സ്നാനപ്പെടുത്താൻ തുടങ്ങുന്നത്. പരിശുദ്ധാത്മ സ്നാനം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കറിയാം, ഇത് മാനസിക രോഗമല്ല, ഇത് മാനസിക വിഭ്രതിയല്ല. അകത്ത് ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഒരുപറ്റം ദൈവമക്കളുണ്ട്. നിന്റെ ശരീരത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ മൂടത്തക്ക വിധത്തിൽ നിന്റെ അവയവങ്ങളുടെ നിയന്ത്രണം ഏറ്റുവാങ്ങുന്ന ദൈവാത്മ വ്യാപാരം തിരിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി വാ തുറന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. അന്യഭാഷ പറയാൻ കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി മടിച്ചിരിക്കരുത്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് അന്യഭാഷ പറയണം. ഞാൻ ഈ രാത്രി വചനത്തിന് മുൻപിലിരിക്കുന്ന ദൈവമക്കൾ പറയാം, നിന്റെ വായിൽ ഈ രാത്രി ആരാധനയുടെ ശബ്ദം വെളിപ്പെട്ടു വരട്ടെ. അവൻ സാധാരണക്കാരനല്ല, അവൻ ആത്മസ്നാനത്തിനായി കൊതിക്കുന്ന വ്യക്തികളെ ഇവിടെ നിറയ്ക്കാൻ കഴിവുള്ളവന്റെ കരമാണ് ഈ ഗ്രൗണ്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിന്റെ അധരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കും, നിന്റെ കാതുകളിൽ ദൈവശക്തി വ്യാപരിക്കും, നിന്റെ കണ്ണുകളിൽ ദൈവശക്തി വ്യാപരിക്കും, നിന്റെ ത്വക്കിൽ ദൈവശക്തി വ്യാപരിക്കും. പരിശുദ്ധാത്മ സ്നാനം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾക്കറിയാം, നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ മൂടത്തക്ക വിധം ആത്മവ്യാപാരത്തിന്റെ ചൈതന്യം പകരും. നാളെ നടത്താൻ നിന്റെ കുടുംബത്തിന് നേരെ പിശാച് കരുതി വച്ചിരിക്കുന്ന മരണത്തിന്റെ കൊടിയ കണികളെ ഇന്ന് രാത്രി ആത്മവ്യാപാരത്തിന് അഴിച്ചു മാറ്റാൻ കഴിയും. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, അത് നൽകുന്നത് സംഘടനയല്ല, അത് നൽകുന്നത് മരണത്തെ ജയിച്ചുയർത്ത നസറേയനായ യേശുവാണ്. അവൻ ഈ രാത്രി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ആത്മാവിനാൽ നിറയ്ക്കാൻ ശക്തനാണ്. അബ്ദൽ ഘടകന അധികൽ ഘടക രൗദര. പോരാ പോരാ പോരാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. അന്യഭാഷയിൽ പോരാടുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ശരീരത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന മാരക വിപത്തുകൾ എത്ര ശക്തമാണെങ്കിലും പരിശുദ്ധാത്മാവ് ചില വിഷയങ്ങളുടെ അടിവേർ അറുത്തു മാറ്റിയിട്ട് നിന്നെ ഇന്ന് രാത്രി വിടുതലിലേക്ക് കൊണ്ടുവരുവാൻ ആ കരം ഈ ഗ്രൗണ്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ നിന്റെ ശരീരത്തിന്റെ രോഗശക്തികളെ എൻ്റെ യേശുവിന് രാത്രി അഴിക്കാൻ കഴിയും. കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. അവൻ ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്.
ഗ്ലോറി 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 ഹല്ലേലൂയ. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഇരുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിതാവായ ദൈവത്തെ നിങ്ങൾ ആത്മാവിലൊന്ന് കണ്ടേ, പുത്രനായ കർത്താവിനെ നിങ്ങൾ ആത്മാവിലൊന്ന് കണ്ടേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെയും നിങ്ങൾ ആത്മാവിലൊന്ന് കണ്ടേ. ഇത് മൂന്നിനെയും കാണുമ്പോൾ നിങ്ങൾക്കിവിടെ കൈകെട്ടി വാപൂട്ടി ഇരിക്കാൻ പറ്റില്ല, ചാരിയിരുന്ന് ഉറങ്ങാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇത് മൂന്നിനെ കാണുന്ന സമയത്ത് ഇതിനകത്തൊരു ആത്മവ്യാപാരത്തിൻ്റെ പകർച്ച കൊതിക്കുന്നുണ്ടെങ്കിൽ ആ തീയുടെ വ്യാപാരം നിന്റെ ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് പകരുന്ന രംഗമാണ് ആത്മവ്യാപാരത്തിന്റെ രംഗമെങ്കിൽ അത് അനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഭാഗ്യശാലികളാണ്. ഗ്ലോറി ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ രൂപം എങ്ങനെയാണ്, പുത്രനായ ക്രിസ്തുവിന്റെ രൂപം എങ്ങനെയാണ്, പരിശുദ്ധാത്മാവിന്റെ രൂപം എങ്ങനെയാണ്? ഞാൻ കൊതിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ നിയോഗത്തോടെ പറയാം, മേഘം അന്ധതമസ് കൂരിട്ട് വാക്കുകളുടെ ശബ്ദം ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ മുൾപ്പറുപ്പ് വെന്തെരിയാതെ അതിനെ പൊതിയുന്ന തീയാണ് എൻ്റെ പിതാവിൻ്റെ തേജസ്സെങ്കിൽ. ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഈ രാത്രി ദൈവശക്തി ഇതിനകത്ത് വ്യാപരിച്ചാലേ നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അറിയത്തക്ക വിധം അത് നിന്നെ തൊടാൻ അനുവദിക്കാതെ നിന്നെ തൊടാൻ അടുത്തു വരുന്നതിനെ കത്തിച്ച് ചാമ്പലാക്കുന്ന ആത്മമണ്ഡലത്തിൻ്റെ തീയായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യമാണ് ഇന്ന് രാത്രി ഇവിടെ തിരിച്ചറിയുന്നതെങ്കിൽ യേശുവിൻ്റെ കരം അനുഭവിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം തീയായി വെളിപ്പെട്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം വ്യാപരിച്ചാൽ അതും തീയായി വ്യാപരിക്കും. ഗ്ലോറി ഹല്ലേലൂയ. ദമസ്കോസിന്റെ പടിവാതിക്കൽ എൻ്റെ രക്ഷകൻ വെളിപ്പെട്ടത് തീജ്വാല പോലെ മിന്നിത്തിളങ്ങുന്ന സ്ഥിതിയിലാണെങ്കിൽ പത്മോസിന്റെ ഏകാന്തതയിൽ എൻ്റെ രക്ഷകൻ വെളിപ്പെട്ടത് നിലവിളക്കുകളുടെ നടുവിൽ തീജ്വാല പോലെ ഉള്ള ആളത്വത്തോടെയാണെങ്കിൽ ഇത്രയും ദൈവമക്കൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. അവൻ കൈവച്ചാൽ നിന്റെ ശരീരത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന ബലഹീനതകൾ ആത്മമണ്ഡലത്തിൽ അഴിഞ്ഞു മാറും. അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കൾക്കറിയാം, പിതാവ് തീയായി വെളിപ്പെടുമെങ്കിൽ, പുത്രൻ തീ രൂപത്തിൽ വെളിപ്പെടുമെങ്കിൽ നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് തീ രൂപത്തിൽ വ്യാപരിക്കും. പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിനക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയിലേക്ക് ആത്മാവിൽ ഇത് പകരുകയാണ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി ആത്മാവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ഓർക്കുക, നിന്റെ കണ്ണിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ദൈവത്തിന് ആത്മാവ്, നിന്റെ കാതിന്റെ ചലനം ഏറ്റെടുക്കുന്ന ദൈവത്തിന് ആത്മാവ്, നിന്റെ മൂക്കിന്റെ ശ്വസനം ഏറ്റെടുക്കുന്ന ദൈവത്തിന് ആത്മാവ്, നിന്റെ ത്വക്കിന്റെ സ്പർശനം ഏറ്റെടുക്കുന്ന ദൈവത്തിന് ആത്മാവ് അത് ഈ രാത്രി നിന്റെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് ഒരാധിപത്യമായി ഇറങ്ങിയാൽ ഈ രാത്രി കൈവയ്ക്കേണ്ട നിന്റെ ശരീരത്തിന്മേൽ ദൈവപ്രവൃത്തി സംഭവിക്കും. അത് കൊതിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ തലയ്ക്ക് മീതെ ആത്മാവിൽ നിഴൽ വിരിക്കുകയാണ്. നിന്റെ മനസ്സിനോടും ശരീരത്തോടും പോരാടി നിന്റെ കുടുംബത്തെ നാളുകളായി ഭരിച്ച് ശാപത്തിന്റെ കൊടിയ ബന്ധനങ്ങളിലേക്ക് നിന്റെ തലമുറയെ ഇറക്കിക്കൊണ്ടു പോകത്തക്ക വിധം വാദിച്ചുകൊണ്ട് നിൽക്കുന്ന പൈശാചിക വ്യാപാര ശക്തികളെ ഇന്ന് രാത്രി അഴിച്ചെടുക്കത്തക്ക വിധം പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നിന്റെ ശരീരത്തിലേക്ക് പകരാൻ യേശു ഇതിന് നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് ആത്മ കണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, ഞാൻ പ്രസംഗിക്കുന്ന യേശു ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞാൻ പ്രസംഗിക്കുന്ന യേശു ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കാൻ മടങ്ങി വരുന്ന രക്ഷകൻ. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ നിറയ്ക്കാൻ കഴിവുള്ള ദൈവാത്മ വ്യാപാരം. ഗ്ലോറി ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ നിന്ന കെ എബ്രഹാം അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നൊരു സംഭവം പറയട്ടെ. അന്നൊരിക്കൽ താൻ സി മനശെ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്തുള്ള ഒരു ദൈവദാസന്റെ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥനാനിരതനായി, ആത്മസ്നാനത്തിന് വേണ്ടി പ്രാർത്ഥനാനിരതനായി. ഒരു ഞായറാഴ്ച രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സി മനശെ എഴുന്നേറ്റ് വന്ന് അദ്ദേഹത്തിൻ്റെ ബൈബിൾ കെ എബ്രഹാം അവരുടെ തലയിലേക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു, എൻ്റെ ഉള്ളിലേക്കൊരു തീ വ്യാപരിച്ചിറങ്ങുന്ന എനിക്ക് മനസ്സിലായി. അതെൻ്റെ ഉദരം നിറച്ചിട്ട് എൻ്റെ വായിലൂടെ പുറത്തേക്ക് പ്രവഹിക്കുകയാണ്.
ഇത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്വർഗീയ ഭാഷയിൽ അവിടെ ഇരുന്ന് ആനന്ദിച്ചു തുടങ്ങി. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു അത്. ഞാൻ അത് പ്രാപിച്ചുകൊണ്ട് പുത്തൻകാവിൽ എത്തിച്ചേർന്നു. അദ്ദേഹം പറയുന്നു, തൊട്ടടുത്ത പഴയ ആരാധനാലയത്തിൽ ഞായറാഴ്ച പതിവ് പോലെ സഭായോഗത്തിന് പോയി. അവരുടെ ആരാധനയ്ക്കിടയിൽ ഞാനൊന്ന് ചലിച്ചുപോയി. അപ്പോൾ മൂപ്പന്മാർ എന്നോട് പറഞ്ഞു, സാറിനെ ഞങ്ങൾക്ക് ഇഷ്ടമാ, പക്ഷേ ഈ പിത്തലാട്ടം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരുന്ന് ആരാധിക്കാമെങ്കിൽ ആരാധിച്ചാൽ മതി. അടുത്ത ദിവസങ്ങളിൽ വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ഏകനായി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, മോനെ, നിന്റെ മേൽ ആത്മവ്യാപാരം പകർന്നവൻ ഞാനാണെങ്കിൽ അത് തെളിയിപ്പാൻ ഈ സ്ഥലത്ത് തന്നെ ഞാൻ തെളിവൊരുക്കുന്ന ദൈവമാണ്. അന്നൊരിക്കൽ താൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴറിഞ്ഞു, ആ സഹോദരന്റെ ബോഡി മരണത്തിലോട്ടടുക്കുമ്പോൾ കണ്ണുകൾ പാതി അടഞ്ഞ് ശരീരത്തിന് നിറം മാറി. പോച്ച പറിക്കാൻ പോയപ്പോൾ മൂർഖൻ കൊത്തിയ പാടുള്ള ഭാഗം തലയണയിൽ എടുത്തു വെച്ച് കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കരയുമ്പോൾ അകത്തോട്ട് കയറി കണ്ടിറങ്ങാൻ നേരത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പറഞ്ഞു, കുഞ്ഞേ, ഈ മനശയുടെ വീട്ടിൽ വെച്ച് നിന്റെ മേൽ ഞാൻ പകർന്ന ദൈവാത്മവ്യാപാരം സാധാരണ വ്യാപാരമല്ല. ഇവളുടെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ ബന്ധിക്കാൻ, ഈ രോഗത്തെ, ഈ വിഷശക്തിയെ ബന്ധിക്കാൻ എൻ്റെ മേൽ, നിന്റെ മേൽ ദൈവശക്തി എന്നിൽ നിന്ന് വ്യാപരിച്ചിട്ടുണ്ട്. അവൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാമോ, ആ കൊത്തേറ്റ കൈയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഇലക്ട്രിക് ഷോക്ക് വ്യാപരിക്കുന്നത് പോലെ ദൈവശക്തിയ ശരീരത്തിന്മേൽ പ്രവഹിച്ച് അവൾ ചാടിയിടേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ പറയാം, അദ്ദേഹം തൻ്റെ ജീവിതക്കുറിപ്പിൽ ഇങ്ങനെ കുറിച്ചു, ഞാൻ റാഹേൽ അമ്മയ്ക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വായിൽ ഉയരുന്ന അന്യഭാഷ കൊണ്ട് റാഹേൽ അമ്മയുടെ രക്തധമനികളിൽ ഒഴുകുന്ന കരിമൂർഖന്റെ വിഷത്തെ എൻ്റെ ദൈവം ശാസിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയായിരുന്നു. ഇന്ന് രാത്രി ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിൻ്റെ കരം ചലിക്കുമെന്ന് ആത്മബോധ്യമുള്ള ദൈവമക്കളുടെ നാവുകൾ സ്തോത്രത്തോടെ ഉയരണം. ഒരു വായ്പോലും അടഞ്ഞിരിക്കാതെ പ്രാർത്ഥനയിൽ പോരാടട്ടെ. എല്ലാ കൃപ ലഭിച്ച ദൈവമക്കളുടെ നാവിൽ ആരാധനയുടെ ശബ്ദം ഉയരട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്നവർ, എൻ്റെ മുൻപിലിരിക്കുന്നവർ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. അവിടുത്തെ കരം ഇന്ന് രാത്രി ചലിക്കുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ എല്ലാവരും ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. പരിശുദ്ധാത്മാവ് ഇതുവരെ പകരാത്ത ആത്മവ്യാപാരത്തിന്റെ തലത്തിലേക്ക് ഈ രാത്രി മീറ്റിങ്ങിന്റെ ഒടുവിലത്തെ സമയം നിന്നെ നയിപ്പാൻ തുടങ്ങുകയാണ്. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തിനകത്ത് ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഥ കടച്ച് പുറത്തിറങ്ങിയിട്ട് നീ വീട്ടിൽ നിന്ന്, ഈ ഭവനത്തിൽ നിന്ന്, നിന്റെ വീട്ടിൽ നിന്ന് ഈ ഗ്രൗണ്ടിലേക്ക് നടന്നു വന്നപ്പോൾ ഉള്ളിൽ ഉയർന്ന ആ വിഷയത്തെ തുടങ്ങിക്കൂ. കർത്തൃദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നത് പറയാം, ഈ ആരാധന വെറുതെയുള്ള ആരാധനയല്ല. ഈ ദേശത്തെ അടക്കി ഭരിക്കുന്ന, ഈ മേഖലയുടെ മേൽ ആധിപത്യം പുലർത്തുന്ന, ആത്മാക്കളെ മുൻപോട്ട് വിടാതെ വാദിച്ചു കൊണ്ടിരിക്കുന്ന, പാപബോധത്തിലേക്ക് ആളുകളെ നയിക്കാൻ അനുവദിക്കാത്ത ചില സാധാന്യ വ്യാപാരങ്ങളെ സ്വർഗം ഇന്ന് രാത്രി വഴിതിരിച്ചു വിട്ടിട്ട് ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന് വിടുതൽ ആരംഭിക്കുന്ന രാത്രിയാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശു ആരാണ്? അവൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയുന്നു, അവൻ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അവൻ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കാൻ മടങ്ങി വരുന്ന രക്ഷകനാണ്. തീർന്നിട്ടില്ല. കൊതിച്ചുകൊണ്ട് ഒരാൾ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അറിയത്തക്ക വിധം ആത്മവ്യാപാരത്താൽ നിന്നെ നിറയ്ക്കാൻ കഴിവുള്ള ദൈവശക്തിയാണ് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നതെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന യുവക്കൾ പറയാം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അബദ്ധമല്ല. അന്യഭാഷ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചാൽ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാൽ ചില അസാധാരണ നിയോഗങ്ങൾ ഇതിനകത്ത് ഉയരുകയും നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തകർത്തുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തെ ഈ 9 മണി അടുക്കുന്ന സമയം, ഈ 8:50 കഴിഞ്ഞ സമയം യേശുവിൻ്റെ കരം നീട്ടിയിട്ട് സ്വർഗം അതിനെ അഴിച്ചെടുക്കുകയും നിന്റെ കൈ തൊടാതെ തന്നെ ചില ദൈവിക
വലിയ വിടുതലുകൾ നിന്റെ വീട്ടിൽ ആരംഭിക്കുകയും ചെയ്യുവാൻ ആ കരം ചലിക്കുകയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. തുടങ്ങിക്കാട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ഇന്നതുപോലെ ഒരു മാന്യ സഹോദരിയുടെ സാക്ഷ്യം ഓർക്കുന്നു. വിധവയാണവൾ, വിധവ. അവൾ രാത്രിയിൽ 2 മണിക്ക് ഗാഠമായി ഉറങ്ങുന്ന സമയം ആരും അവളെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റിരുന്ന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളുള്ളവരോട് ഞാൻ പറയട്ടെ, നീ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ തലമുറ എത്തി നിൽക്കുന്ന അപകടാവസ്ഥകൾ നിനക്കറിയത്തില്ലെങ്കിലും ആവശ്യമില്ലാത്ത സമയം നിന്റെ ഉറക്കം കെടുത്തിയിട്ട് അവരുടെ മേൽ കൈവെക്കാൻ തുടങ്ങുന്ന മരണത്തിന്റെ കണികളെ നിന്റെ പ്രാർത്ഥന കൊണ്ട് അഴിച്ചു മാറ്റാൻ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കും. എന്തിന്? 2 മണി അടുത്ത സമയം ഈ സഹോദരി എഴുന്നേറ്റ് ആ മുറിക്കകത്ത് നടന്നു പ്രാർത്ഥിച്ചു. ഉറക്കം വന്നപ്പോൾ ഒരു സമാധാനം തോന്നിയപ്പോൾ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടറിൽ ഒരു വൃത്തം വരച്ചു. എന്നിട്ട് എഴുതിയിട്ടു 2 മണി. മോനെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള വല്ലാത്ത ഭാരം. ഇപ്പോൾ ആ ഭാരം ശമിച്ചു, ഞാൻ ഉറങ്ങാൻ പോകുന്നു. കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. അനുഭവിച്ചിട്ടുള്ളവരെന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. എന്തിന്? അദ്ദേഹം ആ സഹോദരി അമ്മ ഉറങ്ങി, രാവിലെ ഉണർന്നു. പക്ഷേ റേഡിയോ ഓൺ ചെയ്തപ്പോൾ ഒരു വാർത്ത. ഫ്ലൈറ്റ് ഓപ്പറേറ്റ്, നേവിയിൽ ഫ്ലൈറ്റ് ഓപ്പറേറ്ററാണ് മകൻ. ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഫ്ലൈറ്റ് ക്രാഷായി. മകനും സഹപ്രവർത്തകരും ചിതറിപ്പോയി. അമ്മ ഒരുപാട് കരഞ്ഞു. കരഞ്ഞു കഴിഞ്ഞ് വീണ്ടും റേഡിയോയുടെ അടുത്ത വാർത്ത, ഫ്ലൈറ്റ് തകർന്നു, സഹപ്രവർത്തകരും മരിച്ചു. പക്ഷേ ഫ്ലൈറ്റിന്റെ തകർച്ചയ്ക്ക് നടുവിൽ പാരച്ചൂട്ടിൽ താഴേക്ക് ചാടിയ ഈ മകൻ രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് വന്നിറങ്ങി. ഇത്ര മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിലെത്തും. ചെന്ന് കെട്ടിപ്പിടിച്ച് മകനെ സ്വീകരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോ വീട്ടിൽ കയറി വന്ന മകൻ അമ്മയുടെ ബെഡ്റൂമിലെ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടറിലെ 2 മണി, മോനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഭാരമുണ്ടായി, ഇപ്പോൾ ഭാരം ശമിച്ചു, ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ടത് ചൂണ്ടിക്കാണിച്ചിട്ട് മകൻ ചോദിച്ചു, അമ്മേ ഈ സമയം 2 മണി എഴുതിയതിൻ്റെ ഉദ്ദേശം എന്നാ? അപ്പം എനിക്കങ്ങനെ ഒരു ഭാരമുണ്ടായിട്ട് എഴുതിയതാ. ഉടനെ ഈ മകൻ പറഞ്ഞൊരു വാചകം കേൾക്കണം, അമ്മേ ആ സമയത്താണ് എൻ്റെ ഫ്ലൈറ്റ് ക്രാഷ് ആകുന്നതും ഞാൻ ജീവന് വേണ്ടി പുറത്തോട്ട് പാരച്ചൂട്ടിൽ ചാടുന്നതും ജീവനും മരണത്തിനും ഇടയിൽ ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മയെ മുറിക്കകത്ത് തട്ടി ഉണർത്തിയത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണ്. ഈ ദൂത് ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മസ്നാനം പ്രാപിച്ച ദൈവപൈതലേ, നിന്റെ നാവിനുയരുന്ന അധികാരത്തിനകത്ത് ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ കുടുംബത്തെ തൊടാനിരിക്കുന്നെങ്കിൽ അതിനെ അഴിച്ചു മാറ്റാൻ ദൈവശക്തി വ്യാപരിക്കുന്നു. ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച്, ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞ് യേശു ആര്? ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞ് ഈ രാത്രി ശബ്ദം ഉയരട്ടെ. വലത് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ് യേശു ആര്? യേശു ആര്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ആര്? ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കാൻ മടങ്ങി വരുന്ന രക്ഷകൻ. യേശു ആര്? ആത്മാവാകുന്ന നദിയിൽ, ആത്മാവാകുന്ന തീയിൽ എന്നെ സ്നാനമേൽപ്പിക്കുന്ന സ്നാപകൻ. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന സകല ദൈവമക്കളും 2 കൈകളും ഉയർത്തിപ്പിടിച്ച് എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തി. പോരാ പോരാ, യേശുവേ എന്നൊന്ന് പറയണം. യേശുവേ, ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഈ നാടൊന്ന് നടുങ്ങട്ടെ ആ ശബ്ദത്തിൽ, ഈ പരിസരത്ത് മുഴങ്ങട്ടെ ആ ശബ്ദം, നിന്റെ ഉള്ളിൻ്റെ ഉള്ളറ തട്ടി വിളിക്കട്ടെ ആ ശബ്ദം. ശബ്ദം ഉയരട്ടെ. യേശുവേ, ശബ്ദം ഉയരട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി അവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ചില വ്യക്തികളെ തൊടാൻ തുടങ്ങുകയാണ്. യേശു ആര്? യേശു ആര്? അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ പറയുന്നു, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. മനുഷ്യന്റെ കൈ തൊടാത്ത ഇടത്തേക്ക് എൻ്റെ യേശുവിൻ്റെ കൈ തൊടാൻ ഇറങ്ങിച്ചെല്ലും. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയും. ഏത് മാരക രോഗത്തെയും അഴിച്ചെടുക്കാൻ ഇന്ന് രാത്രി യേശുവിന് ശക്തിയുണ്ട്. നിന്റെ മനസ്സിനെ തകർക്കുന്ന ബന്ധനങ്ങളെ ഇന്ന് രാത്രി അഴിക്കാൻ യേശുവിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ഒരു ശാപത്തിന്റെ കെട്ടുകൾക്കും ഒരു മന്ത്രവാദത്തിനും ഒരു ക്ഷുദ്രപ്രയോഗത്തിനും ഒരു ആഭിചാരത്തിനും തൊടാൻ കഴിയാത്ത വിധത്തിൽ വിഷയത്തെ അഴിച്ചെടുക്കാൻ
കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് എഴുന്നേറ്റേ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഗ്ലോറി. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ യേശുവേ. ആ ശബ്ദം ഉയരട്ടെന്നേ, ശക്തിയോടെ ശബ്ദമൊന്ന് ഉയർത്തി പറഞ്ഞേ, വാ തുറന്ന് ലജ്ജ കൂടാതെ പറഞ്ഞേ, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, അവൻ ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മതപരിവർത്തനത്തിന്റെ പേരിൽ പരിഹസിക്കുന്നവരോട് ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, സാധു സുന്ദര സിംഗിനെ രക്ഷയിലേക്ക് നയിക്കാൻ വെളുപ്പിനെ 4 മണിക്ക് ആ മുറിക്കകത്ത് ഇറങ്ങി വന്നത് ആരെന്നറിയാമോ? അതൊരു സുവിശേഷകനല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ വിടുവിക്കാൻ യേശുവിന് കഴിയുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങൾ അടിച്ചൊന്ന് ആത്മാവിൽ പാടാൻ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ.